അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാ. ഇന്നാളൊരു മുല്ലാക്ക് പറയുണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴിക്കുന്നത്. അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യമുള്ളൂ. അത് പുഴയെ കൂടി പാലൊഴിക്കുക തന്നെ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര റൂം. എന്തിനാണ് നടന്നു പോകാനാ? എന്റെ പൊന്നു സലീം ചേട്ടാ, ഒരു സിനിമയിലെ താരമെന്ന നിലക്കും ഹാസ്യ കഥാപാത്രങ്ങൾ കൊണ്ടും ഈ ലോകത്തുള്ള പലരും നിങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ പറഞ്ഞ പബ്ലിക്കിൽ പോയിട്ട് ഒരു മതത്തെ അവഹേളിച്ചിട്ടുള്ള നിങ്ങൾ ഈ സംസാരം അല്ലെങ്കിൽ നിങ്ങൾ ഈ കോമഡി കുറച്ച് ഓവറായി പോയി. പൊന്നു സലീം ചേട്ടാ, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയിൽ നീതി ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പൊ അത് പൂർത്തീകരിക്കാൻ മറ്റൊരു ലോകം അനിവാര്യമാണ്. അതാണ് ഈ സ്വർഗവും നരകവും എല്ലാം. ഉദാഹരണത്തിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ഫ്രീ മൈൻഡ് ആയിട്ട് ചിന്തിച്ചു നോക്കി. ഒരാൾ 100 പേരെ കൊന്നു. ഇപ്പൊ ഞാൻ ഒരു 100 പേരെ കൊന്നു. ഈ 100 പേരെ കൊന്ന എനിക്ക് ഏറിപ്പോയാൽ എന്റെ ഗവൺമെന്റിന് അല്ലെങ്കിൽ എന്റെ നാട്ടിലെ നിയമത്തിന് എനിക്ക് തരാൻ കഴിയുന്ന ശിക്ഷ എന്നെ വധിക്കുക അല്ലെങ്കിൽ എന്നെ തൂക്കിലേറ്റുക, ഇത്ര മാത്രമാണ്. ഇതൊരിക്കലും സമമാവുന്നില്ല. താൽക്കാലിക നീതിയാണ്. നമ്മുടെ മൈൻഡിൽ നീതി എന്ന് പറയുന്ന താൽക്കാലിക നീതി. 100 പേരെ കൊന്ന ഒരാൾക്ക് അയാളെ തൂക്കിലേറ്റിയത് കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല. അതുകൊണ്ട് തക്കമായ ശിക്ഷയും നല്ലത് ചെയ്താൽ അർഹമായ പ്രതിഫലവും നൽകാനുള്ള ലോകമാണ് പരലോകം. പിന്നെ ഒരാൾക്ക് താമസിക്കാൻ 18 കിലോമീറ്റർ വരുന്ന വീട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന എന്റെ പൊന്നു സലീം ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തൊന്ന് ചുറ്റിക്കറങ്ങി നോക്ക്. 2-3 പേരും താമസിക്കണ മാളികകള്, ബംഗ്ലാവുകള്, ഫ്ലാറ്റുകള് ഇതെല്ലാം കെട്ടിപ്പടുത്തുകൾ എന്തിനാ? ഉറങ്ങാനിപ്പോ ഒരു മുറി മതിയില്ലേ? ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്താ സലീം ചേട്ടൻ പറഞ്ഞ മാതിരി തൂറാനും പാത്താനും ആണോ? 2-3 പേർക്കും ആവശ്യമായ സൗകര്യങ്ങൾക്ക് അപ്പുറം വലിയ മാളികകളും ബംഗ്ലാവുകളും കെട്ടിപ്പടുക്കുന്നത് അത് അയാളുടെ ഒരു സ്റ്റാറ്റസ്, അയാളുടെ ഒരു സെറ്റപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് പടച്ചു തമ്പുരാന് തന്റെ അടിമകൾക്ക് പടച്ചു തമ്പുരാന്റെ സെറ്റപ്പ് തെളിയിച്ചു കൊടുക്കാൻ പലതും കാട്ടിത്തരും. പിന്നെ കള്ള് പെണ്ണ് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ഇന്ന് ഈ ലോകത്തിന്റെ കിടപ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകൾ എന്നുള്ളത് കള്ള് കുടിച്ച് ലക്കും ലെവലും പീഡനങ്ങളും കൊലകളും കള്ള് കുടിക്കുന്നവരുടെ തന്നെ അവരുടെ പേഴ്സൻറ്റേജ് തന്നെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവെ തന്നെ അവിടെ പടച്ചു തമ്പുരാന് നമുക്ക് ഫ്രീ ആയിട്ട് തരുകയാണ്. ആ കള്ളിന്റെ വിശേഷണം പറയുന്നിടത്ത് പറയുന്നുണ്ട്, മത്ത് പിടിക്കാത്ത. ഇവിടെ ഒരു കള്ള് കുടിച്ച് എന്താവും അവന്റെ അവസ്ഥ? റോട്ടിൽ കൂടെ തുണി അയച്ച് കാട്ടുന്നത് മുഴുവൻ കാട്ടിയോ നടക്കും. ആ കള്ളല്ല പടച്ചോണ്ട് തരുന്നത്. ലക്കും ലെവലും വിടാത്ത, മത്ത് പിടിക്കാത്ത ഒരു കള്ളാണ് പടച്ചു തമ്പുരാൻ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒരു കുപ്പി കിട്ടിയാലേ ഭംഗി ആവുള്ളൂ എന്ന് പറഞ്ഞതിനോട് എനിക്ക് കുറച്ച് യോജിപ്പെട്ട്. കാരണം ഒരു കുപ്പി കള്ള് കുടിച്ച ആളാണെങ്കിലും പിന്നെയും എന്തിനാവും പോയിട്ട് പിന്നെയും കള്ള് വാങ്ങണത്? അപ്പൊ ഒരു കുപ്പിക്കല്ല അലങ്കാരം, ഒരു കള്ളിന്റെ പുഴ തന്നെ ഒഴുകുമ്പോൾ അതിനാണ് അലങ്കാരം. പിന്നെ റസൂൽ തങ്ങളെ കളിയാക്കിയ മക്കാ മുശ്രിക്കീങ്ങളോട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോരുത്തരും മതങ്ങളുണ്ട്, അതിൽ ഒതുങ്ങി ജീവിച്ചാൽ പോരെ. എന്തിന് മറ്റുള്ള മതങ്ങളെ പോയി കളിയാക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യണം? ലക്കും